ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് CCTV ക്യാമറകളെ കുറിച്ചാണ്. അതായത് നിങ്ങളൊരു കസ്റ്റമറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു കുറച്ച് ക്യാമറകൾ വയ്ക്കണം, CCTV ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ഡൗട്ടുകളുണ്ടാവും. അത് എത്തരത്തിലുള്ള ക്യാമറകളായിരിക്കും എൻ്റെ വീട്ടിലോട്ട് സൂട്ട് ആകുക, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ക്യാമറകൾ വേണം, എത്ര ബഡ്ജറ്റ് വേണം, എത്ര പൈസ അതിന് വേണ്ടി മുടക്കണം, ഏതൊക്കെ തരം ക്യാമറകളാണ് വേണ്ടത്. കാരണം വെച്ചാൽ നമ്മളൊരു ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഈ ഒരു CCTV ക്യാമറയുടെ ഒരു എൻക്വയറി പറയുമ്പോൾ അവർ പറയുന്ന ക്യാമറ അത് ആപ്റ്റ് ആയതാണോ, അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്ന ക്യാമറ ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ ഒരു ബേസിക് ആയിട്ടൊരു നോളേജ് നിങ്ങൾക്കും കൂടി വേണം. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് കൂടി ഒരു നോളേജ് ഉണ്ടാകാനായിട്ട് ഈ ഒരു പ്രധാനപ്പെട്ട ക്യാമറകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നോർമലി നമ്മൾ ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ ഒരു 5 തരം ക്യാമറകളാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ക്യാമറകളെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ ക്യാമറ വയ്ക്കുന്നതിന് CCTV ക്ലോസ് സർക്യൂട്ട് ക്യാമറകൾ വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് ഒരു 5 തരം ക്യാമറകളാണ് പ്രധാനമായിട്ടും വരുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു റിക്വയർമെന്റ് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സൂട്ട് ആകുന്നത് ഒരു 5 തരം ക്യാമറകളാണ്. അപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഈ 5 തരം ക്യാമറകൾ നമുക്ക് സൂട്ട് ആകുന്നത്. അപ്പോൾ ഈ ക്യാമറകൾ ഏത് തരമാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ 5 ക്യാമറകളെ കുറിച്ച് ആദ്യം തന്നെ പറയാം. 1 വൈഫൈ ക്യാമറ, 2 DVR, 3 NVR, 4 സോളാർ ക്യാമറ, 5 സിം ക്യാമറ. ഈ 5 ക്യാമറകളാണ് നോർമലി, അതായത് ഈ 5 തരം ക്യാമറകളാണ് നോർമലി അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ. ഇതാണ് കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നതും കൂടുതൽ റിക്വയർമെന്റ് വരുന്നതും ഇത്തരം ക്യാമറകളാണ്. പക്ഷേ നമുക്ക് നമ്മളുടെ വീട്ടിലായിട്ട് നമ്മളുടെ വീട്ടിൽ ഏത് തരം ക്യാമറയാണ് വെക്കേണ്ടതെന്നുള്ളത് ആ റിക്വയർമെന്റ് അനുസരിച്ച് വേണം നമ്മൾ ഈ 5 ക്യാമറകളിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട്. ഈ 5 ക്യാമറകളിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വരുന്നത് വൈഫൈ ക്യാമറ. വൈഫൈ ക്യാമറ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ കാണിക്കുന്ന പോലെ തന്നെ വൈഫൈ ഉപയോഗിച്ച് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് വൈഫൈ ക്യാമറ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ, അതായത് ഒരു വൈഫൈ ക്യാമറ എടുക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി അത്യാവശ്യമായിട്ടും വേണം. അതായത് ഒരു വൈഫൈ കണക്ഷൻ അവിടെ വേണം. എന്നാലും മാത്രമേ അതിന് കണക്ടിവിറ്റി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം നമുക്കതൊരു വൈഫൈ ഡോങ്കിളൊക്കെ ഉപയോഗിച്ച് കണക്ടിവിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അല്ലെങ്കിൽ ഒരു സിം റൗട്ടർ ഉപയോഗിച്ച് ആ ഒരു കണക്ടിവിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വൈഫൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു വൈഫൈ ക്യാമറ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലെസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഇത് എത്രത്തിലുള്ള കസ്റ്റമേഴ്സിനാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1-2 ക്യാമറ മതി. അതായത് നമ്മുടെ ഷോപ്പിലോട്ടാണ്, നമ്മുടെ ചെറിയൊരു ഷോപ്പാണ്, നമുക്ക് 1-2 ക്യാമറ മതി. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് ജസ്റ്റ് ആ ഫ്രണ്ടിലും അല്ലെങ്കിൽ ആ ഒരു സൈഡിലായിട്ട് ഒരു 2 ക്യാമറകൾ മതി. അധികം ഒരു ബഡ്ജറ്റിലോട്ട് പോകേണ്ട, അത്യാവശ്യം വന്ന കാര്യങ്ങൾ നമുക്ക് കാണുകയും വേണം, ഒരു ഒബ്സർവ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അധികം ബഡ്ജറ്റിലോട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് വൈഫൈ ക്യാമറ എന്ന് പറയുന്നത്. വൈഫൈ ക്യാമറയിലും ഈ എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ കോസ്റ്റ് കുറവാണ്, വളരെ കുറഞ്ഞ കോസ്റ്റിൽ തന്നെ ചെയ്യാം. 1-2 ക്യാമറകൾ വേണം എന്നുള്ളെങ്കിൽ നമുക്ക് ഈ വൈഫൈ ക്യാമറയിലോട്ട് പോകാവുന്നതാണ്. വൈഫൈ ക്യാമറ കോസ്റ്റ് കുറവാണ്, കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. പിന്നെ വൈഫൈ ക്യാമറയിൽ ഉപയോഗിക്കുന്നത് മെമ്മറി കാർഡാണ്, ഹാർഡ് ഡിസ്ക് അല്ല, മെമ്മറി കാർഡാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വൈഫൈ ക്യാമറയുടെ മെമ്മറി കാർഡ് വരുന്നത്. മെമ്മറി കാർഡ് നമ്മൾ ആ ഒരു ക്യാമറയുടെ ഉള്ളിൽ തന്നെയാണ് ഇടുന്നത്. അതിനകത്ത് സ്റ്റോറേജ് കപ്പാസിറ്റിനനുസരിച്ച് 256 വരെയുള്ള സ്റ്റോറേജ് വരെയുള്ള കപ്പാസിറ്റി ഉള്ള വൈഫൈ ക്യാമറകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര ആ ഒരു സ്റ്റോറേജ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ക്യാമറ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു 1-2 ക്യാമറകൾ മതി, കോസ്റ്റ് കുറച്ച് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ഒരു വൈഫൈ ക്യാമറ എന്ന് പറയുന്നത്. അതിന് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ആവശ്യമാണ്. പിന്നെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആ ഒരു മെമ്മറി കാർഡ് ആ ഒരു ക്യാമറയുടെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്യാമറ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ ഡേറ്റയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ക്ലൗഡ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഇൻഡോർ ആണ് ഉപയോഗിക്കുന്നത്, ഔട്ട്ഡോർ ഉപയോഗിക്കാറില്ലെന്നല്ല, ഉപയോഗിക്കാം. നേരിട്ട് ഒരു സൺലൈറ്റിലും ഇതിലൊക്കെ വെക്കുന്ന ഔട്ട്ഡോർ വൈഫൈ ക്യാമറകളും ഉണ്ട്. എന്നാലും കൂടുതൽ ഇൻഡോർസ് ആണ് അങ്ങനെ ഉപയോഗിച്ച് വരുന്നത്. ഔട്ട്ഡോർ ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ ആ ഒരു വൈഫൈയുടെ സിഗ്നൽ അവിടം വരെ എത്തണം, അല്ലെങ്കിൽ വൈഫൈയുടെ എക്സ്റ്റൻഡർ വെച്ച് കൊടുക്കും. കാരണം വൈഫൈ സിഗ്നൽ വേണം. അതായത് നമ്മൾ ആ ഒരു വൈഫൈ ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആ വൈഫൈയുടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വൈഫൈ ക്യാമറ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ്, അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോട്ടോ ഒരു കടയിലോട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 ക്യാമറകളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, വീട്ടിലൊരു വൈഫൈ ഉണ്ട്, അപ്പോൾ അധികം ബഡ്ജറ്റിലോട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് വൈഫൈ ക്യാമറ. പിന്നെ വരുന്നതാണ് DVR. നമുക്കറിയാം, പരമ്പരാഗതമായിട്ട് തന്നെ ഈ CCTV ഉണ്ടായിരുന്ന കാലം തുടങ്ങി തന്നെ നമുക്ക് കണ്ടുവരുന്ന ഒന്നാണ് ഈ ഒരു DVR. നമുക്കറിയാം കോയാക്സിയൽ കേബിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന, അതായത് നമുക്കറിയാം കോയാക്സിയൽ കേബിൾ, ആ ഒരു ചെമ്പ് കമ്പി ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. നോർമൽ ആ ഒരു 3+1 എന്ന് പറഞ്ഞ കേബിളാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 3+1 കേബിൾ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ഈ DVR. കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറഞ്ഞ ഒന്നാണ്. അതായത് ഇതിൻ്റെ തന്നെ കോമ്പറ്റീറ്റീവ്സ് ആയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള NVR, അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. അപ്പോൾ അതിനേക്കാളും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് DVR. കോമൺലി
കാണുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ഒരു 5 6 അല്ലെങ്കിൽ 8 അതിന് മുകളിലും ക്യാമറകൾ വയ്ക്കുന്നുണ്ട്. അത്രയും ക്യാമറകളുടെയൊക്കെ സെറ്റപ്പ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു DVR ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. DVRനും നമുക്കതുപോലെ ലൈവായിട്ട് കാണണമെങ്കിൽ ഇതെല്ലാത്തിനും നമുക്ക് ആ ഒരു നെറ്റിൻ്റെ ആവശ്യമുണ്ട്. അതിപ്പോൾ വൈഫൈ ആയാലും ഡോംഗിൾ ആയാലും സിം റൗട്ടർ ആയാലും ഒക്കെ ആ ഒരു നെറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് എന്നാലാണ് ലൈവ് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ മോട്ടറിൽ വീട്ടിലിരിക്കുന്നതിലോ റെക്കോർഡ് ചെയ്യുന്നതിനോ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മൊബൈലിൽ കാണണമെങ്കിൽ ആ ഒരു ലൈവ് രണ്ട് സ്ഥലത്ത്, അതായത് മൊബൈലിലും ഡേറ്റ വേണം, അതുപോലെ തന്നെ ആ ഒരു DVRനും നമ്മൾ ആ ഒരു നെറ്റ് കൊടുക്കണം. അപ്പോൾ ആ ഒരു ആവശ്യം അവിടെയുണ്ട്. നെറ്റിൻ്റെ ആവശ്യം ഈ പറഞ്ഞ എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ ഈ ഒരു DVR വെക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കോസ്റ്റ് കുറവാണ്, കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം. പിന്നെ എല്ലാ സ്ഥലത്തോട്ടും കേബിൾ വലിക്കണം. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിൽ ഒന്നാണ് എല്ലാ സ്ഥലത്തോട്ടും ആ ഒരു കേബിൾ എത്തണം. ഈ DVRൽ നിന്ന് എവിടെയൊക്കെ ക്യാമറ 8 ക്യാമറ വെക്കുന്നുണ്ടെങ്കിൽ ആ 8 ക്യാമറയിലോട്ടും ഓരോ കേബിൾ അവിടം വരെ എത്തുകയും വേണം. അതുപോലെ തന്നെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഇതിന് വരുന്ന രണ്ടാമത്തെ ഒരു കംപ്ലൈൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കണക്ടേഴ്സ് ഒക്കെ എപ്പോഴും DVR കൂടുതൽ കംപ്ലൈൻറ്റ്സ് വരുന്ന ഒന്നാണ് DVR. കാരണം നമുക്ക് തന്നെ മനസ്സിലാവും ഇത്രയൊക്കെ DVR നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിക്ചർ പോകുന്നതായിട്ട് കാണാം. അതെന്ന് വെച്ചാൽ ആ ഒരു കണക്ടറിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസ് ഒക്കെ DVRന് ഉണ്ടാവും. അത് കോമൺ ആണ്. വൺസ് ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കലകളോട്ട് പോകും. പക്ഷേ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ DVRനാണ്. പക്ഷേ DVR കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാവുന്നതും രണ്ടിലധികം അല്ലെങ്കിൽ കുറേ ക്യാമറകളൊക്കെ ചെയ്യുന്നിടത്ത് DVR ചെയ്യാവുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതായത് പുറത്തൊക്കെ ഏറ്റവും കൂടുതൽ NVR ആണെങ്കിൽ നമ്മുടെ ഇവിടെ ഇപ്പോഴും DVR തന്നെയാണ് ഏറ്റവും കൂടുതൽ. കാരണം വെച്ചാൽ കൊട്ടേഷൻ കൊടുക്കുമ്പോഴാണെങ്കിലും ടെക്നീഷ്യൻ്റെ അടുത്ത് കൊട്ടേഷൻ മേടിക്കുന്ന ഒരു DVR NVR കൊടുക്കുമ്പോൾ DVRൻ്റെ കോസ്റ്റ് കുറഞ്ഞ് വരുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് നോർമലി ആ ഒരു DVR തന്നെ പ്രിഫർ ചെയ്യും. അപ്പോൾ DVRന് അത്ര കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും DVR ആണ് രണ്ടാമത് വരുന്നത്. അത് കോയാക്സിയൽ കേബിൾ ഉപയോഗിച്ചാണ് ഉപയോഗിക്കുന്നത്. 3+1 കേബിളാണ് ഉപയോഗിക്കുന്നത്. അതിന് കംപ്ലൈൻറ്റ്സ് ആണോ മെറിറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് DVR വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഹാർഡ് ഡിസ്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റയൊക്കെ ഹാർഡ് ഡിസ്കിലായിരിക്കും. ഈവൻ നേരത്തെ പറഞ്ഞ വൈഫൈ ക്യാമറയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ക്യാമറ ലോസ്റ്റ് ആയാലും അതിൻ്റെ ഡേറ്റാസ് ആ ഒരു റെക്കോർഡിംഗ് എല്ലാം ആ ഒരു ഹാർഡ് ഡിസ്കിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് DVR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് DVR എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് DVRൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ DVR നിങ്ങൾക്ക് വീട്ടിൽ വയ്ക്കണമെങ്കിൽ അതായത് കുറച്ച് ക്യാമറകൾ അധികം വേണം, എന്നാൽ കോസ്റ്റും കുറച്ച് വേണം എന്നൊക്കെയാണ് നിങ്ങളുടെ ഒരു ഡിമാൻഡ് എങ്കിൽ തീർച്ചയായിട്ടും DVRലോട്ട് പോകാം. പക്ഷേ DVR നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കണ്ടിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും DVRലോട്ടല്ല പോകേണ്ടത്, NVRലോട്ടാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് NVRനെ കുറിച്ചാണ്. NVR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുന്നത് നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറാണ്. അതായത് നമ്മുടെ എത്തർനെറ്റ് കേബിൾ, അതായത് ലാൻ കേബിൾ ഉപയോഗിച്ച് തന്നെ കാച്ചസ് കേബിൾ ഉപയോഗിച്ചിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒന്നാണ് NVR എന്ന് പറയുന്നത്. NVRൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും നേരത്തെ പറഞ്ഞ പോലെ DVRൽ നിന്ന് എല്ലായിടത്തോട്ടും ഓരോ കേബിൾ പോകേണ്ട ആവശ്യമില്ല. ഒരു കേബിൾ തന്നെ വന്നിട്ട് അതിൽ ഒരു നെറ്റ്വർക്ക് സ്വിച്ച് വെച്ചിട്ട് ആ നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു 4 ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് 4 കേബിൾ അവിടെ നിന്ന് വലിച്ചാലും ഈ ഒരു നെറ്റ്വർക്കിലാണെങ്കിൽ ഈ ഒരു ക്യാമറകളെല്ലാം വർക്ക് ചെയ്യും എന്നുള്ളതാണ് ആ ഒരു നെറ്റ്വർക്ക് ക്യാമറ, അതായത് NVRൻ്റെ ഗുണം. NVRൽ ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ Cat 6 കേബിൾ ആയതുകൊണ്ട് അതിനകത്ത് നിന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കാം. അതായത് അതിനകത്ത് ഒരു കേബിൾ എടുത്തിട്ട് ഒരു ആക്സസ് പോയിന്റ് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് വൈഫൈ എക്സ്റ്റൻഷൻ വെക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് സാധിക്കും. കാരണം അതിലൂടെ ഇന്റർനെറ്റ് വരും. അതായത് ആ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന അതേ കേബിൾ വെച്ചിട്ടാണ് NVR ക്യാമറകൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. അതായത് DVRനെ അപേക്ഷിച്ച് കൂടുതൽ ക്ലാരിറ്റി NVRന് ഉണ്ടാവും. ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതായത് ഇനിയെല്ലാം NVRലായിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ NVRൻ്റെ ടെക്നോളജിയിലാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറകളൊക്കെ ഇറങ്ങുന്നതും. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കണ്ട് നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഒന്നാണ് NVR എന്ന് പറയുന്നത്. എന്നാൽ അത്ര എക്സ്പെൻസീവ് അല്ല. ഇപ്പം നോർമലി NVR ക്യാമറകളുടെ റേറ്റ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ NVR കുറച്ച് എക്സ്പെൻസീവ് ബിയർ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ NVR തന്നെ പോകണം. NVR ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒന്നും തന്നെ ഒന്ന് NVR തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. നെറ്റ്വർക്ക് കേബിൾ തന്നെ, അതായത് കാച്ചസ് കേബിൾ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. ആ ഒരു നെറ്റ്വർക്കിൽ വന്നാൽ മതി. നമുക്കിപ്പോൾ ഈ വൈഫൈ ക്യാമറകൾ വരെയും ഈ NVRൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നെറ്റ്വർക്കിലാണെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് നമ്മുടെ ആ ഒരു മോഡം അല്ലെങ്കിൽ ആ ഒരു റൂട്ടർ വെച്ചേക്കുന്നതിൻ്റെ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളെല്ലാം ആ ഒറ്റ നെറ്റ്വർക്കിലാണ്. അപ്പോൾ അതുപോലെ ആ ഒറ്റ നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ഡിവൈസുകളും, ഇപ്പോൾ അതിൽ നിന്നൊരു കേബിൾ പോയി ഒരു സ്വിച്ചിലെത്തി, ആ സ്വിച്ചിൽ വന്ന ക്യാമറാസ് ഒക്കെ ആ ഒരു നെറ്റ്വർക്കിലായിരിക്കും. അപ്പോൾ ആ നെറ്റ്വർക്കിലെല്ലാം നമുക്ക് അത് കാണാൻ സാധിക്കും. കേബിളുകൾ കുറച്ച് മതി നെറ്റ്വർക്കിൽ. പക്ഷേ അതുപോലെ തന്നെ PoE സ്വിച്ചുകൾ വേണം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് എക്സ്പെൻസീവ് ആവുന്നത്. പക്ഷേ അത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ആ കേബിളിൽ കൂടി തന്നെ അതിന് പവർ പോവുകയും അതുപോലെ തന്നെ ആ ഒരു ക്യാമറകൾ അപ്പാവുകയൊക്കെ ചെയ്യും. അത് വളരെ ക്ലാരിറ്റി ഉള്ള ഒന്ന് തന്നെയായിരിക്കും NVR എന്ന് പറയുന്നത്. NVRൻ്റെ കൂടുതൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒന്ന് തന്നെയാണ് NVR. ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും കുറച്ച് ബിയർ ചെയ്ത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ NVR ചൂസ് ചെയ്യാവുന്ന ഒന്നാണ്. അടുത്തതായി വല്ലതാണ് സോളാർ ക്യാമറ. സോളാർ ക്യാമറ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സോളാർ പാനൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് സോളാർ ക്യാമറ. അതായത് അതിന് പവർ കൊടുക്കുന്നത് സോളാറാണ്. അതായത് നമ്മളിപ്പോൾ അത് ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ആവശ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധ്യത ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ, അതായത് ചിലപ്പോൾ ഫാമുകളായിരിക്കാം, ഒരു കൃഷിസ്ഥലങ്ങളായിരിക്കാം, അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മുടെ ആ ഒരു ഇലക്ട്രിസിറ്റി അവിടെ വരെ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത്തരം സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് ഒരു സോളാർ ക്യാമറ
ഉപകാരപ്പെട്ട് വരുന്നത്. സോളാർ ക്യാമറയിൽ തീർച്ചയായിട്ടും അവർ സോളാർ ഉപയോഗിച്ച് അതിൻ്റെ ഇലക്ട്രിസിറ്റി പവർ അതായത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും അതനുസരിച്ച് ആ ഒരു ക്യാമറ വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സോളാർ ക്യാമറകൾ ഇത്തരം സ്ഥലങ്ങളിലാണ്, അതായത് ഈ ഒരു ഇലക്ട്രിസിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ, ഫാമുകൾ അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഇത്തരം ക്യാമറകൾ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് സോളാർ ക്യാമറ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബാറ്ററികളുടെ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ അത് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇഷ്യൂസ് വരാം. പിന്നെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, അതിന് നമുക്കൊരു ഏതെങ്കിലും ഒരു ബാറിലോ മറ്റോ, അതായത് ഒരു പോളിലോ മറ്റോ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള ഇൻസ്റ്റലേഷൻ കോസ്റ്റ് മേ ബി കുറച്ച് ഉയർന്നു വരാം. അതുപോലെ തന്നെ സോളാർ ക്യാമറകളും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് സോളാർ ക്യാമറ. പക്ഷേ ഇത്തരം ആൾക്കാർക്ക്, ഈ ഒരു കൃഷി നടത്തുന്ന ആൾക്കാർക്ക്, കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഫാമുകളിൽ മീൻ വളർത്തുന്ന സ്ഥലങ്ങളിൽ അവിടെങ്ങളിലൊക്കെ ഉപയോഗിക്കാനായിട്ട്, അത് കറണ്ട് വരാത്ത സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ഒരു സോളാർ ക്യാമറ എന്ന് പറയുന്നത്. രണ്ടാമതാണ് സിം ക്യാമറ. സിം ക്യാമറ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഇല്ല. അതായത് ഒരു റൂറൽ ഏരിയ ആണ്, അർബൻ ഏരിയ അല്ല, റൂറൽ ഏരിയ ആണ്, അവിടെ ബ്രോഡ്ബാൻഡ് വന്നിട്ടില്ല. പക്ഷെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് വക്കുകയും വേണം, നമുക്ക് ആ ഒരു ഇൻ്റർനെറ്റ് വക്കുകയും ചെയ്യണം. പക്ഷെ നമ്മുടെ കയ്യിൽ ബ്രോഡ്ബാൻഡും ഇല്ല, വേറെ ഒരു കണക്ടിവിറ്റി അവിടെ ഇല്ലെന്ന് വയ്ക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സിം ഇട്ട്, അതിന് വേണ്ടി നമ്മളൊരു ഡെഡിക്കേറ്റഡ് സിം ഇടും. സിം ഈ ഒരു ക്യാമറയിൽ തന്നെയായിരിക്കും സിം ഇടുന്നത്. ആ സിം ഇട്ട് പ്രവർത്തിക്കുന്ന ക്യാമറകളാണ് സിം ക്യാമറകൾ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വൈഫൈ ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ഒരു സിം ക്യാമറ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സിം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന, അതായത് ഇൻ്റർനെറ്റ് സിം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സിം ക്യാമറ. അതിനകത്ത് മെമ്മറി കാർഡും വരും. മെമ്മറി കാർഡ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പിന്നെ അതൊക്കെ സിം ക്യാമറകളും ഈ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്യാമറകളൊന്നും ഉപയോഗിക്കില്ല, ഒന്നോ രണ്ടോ ക്യാമറകളൊക്കെ ആണെങ്കിൽ ഓക്കെ. അതിൽ കൂടുതൽ നമുക്ക് ഇൻഡിവിജ്വൽ സിം എടുക്കേണ്ടതായിട്ടും അത് റീചാർജ് ചെയ്യേണ്ടതായിട്ടും വരും. അതുകൊണ്ട് തന്നെ അധികം ഒരു മാസമായിട്ടൊന്നും സിം ക്യാമറകൾ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല, വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ക്യാമറകൾ മതി. എന്നാൽ ആ ഒരു വൈഫൈ കണക്ടിവിറ്റി ഇല്ല എങ്കിലൊക്കെ സിം ക്യാമറ വളരെ വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് സിം ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു 5 ക്യാമറകളാണ് പ്രധാനമായും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനും അല്ലെങ്കിൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നെറ്റ്വർക്കിംഗ് CCTV റിലേറ്റഡ് വീഡിയോസുമായിട്ട് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം, താങ്ക് യു.